റിപ്പോർട്ടർ ബ്രേക്കിംഗ്. പാലക്കാട് കരിമ്പുഴ പഞ്ചായത്തിലെ കോട്ടപ്പുറം കുണ്ടൂർകുന്ന് പാതയിൽ പ്രവർത്തിക്കുന്ന ക്രഷർ യൂണിറ്റിനെതിരെ വ്യാപക പരാതി. ക്രഷർ യൂണിറ്റിൽ നിന്നുള്ള പൊടി കാരണം പ്രദേശവാസികൾക്ക് ശ്വാസകോശ രോഗങ്ങളും ത്വക്ക് രോഗങ്ങളും ഉണ്ടായി എന്നാണ് പരാതി. ഒരു വർഷത്തിനിടെ 5ഓളം കുട്ടികൾക്ക് ശ്വാസതടസ്സവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ നടത്തേണ്ടി വന്നുവെന്ന് നാട്ടുകാർ. ക്രഷർ യൂണിറ്റിലെ ഭാരവാഹനങ്ങൾ കാരണം നാട്ടുകാർക്കായി നിർമ്മിച്ച വീതി കുറഞ്ഞ റോഡും പാലവും തകർന്നു എന്നും ആരോപണം. പരാതി നൽകിയിട്ടും അധികൃതർ ഇടപെടുന്നില്ല എന്നും ആരോപണമുണ്ട്. ഞങ്ങൾക്കൊക്കെ അലർജി പ്രശ്നങ്ങളുണ്ട്, സ്കിന്നിന് നല്ല പ്രശ്നങ്ങളുണ്ട്, പിന്നെ വെള്ളത്തിൻ്റെ പ്രശ്നം, റോഡിൻ്റെ പ്രശ്നം പറയണ്ട. കുട്ടികളോട്ടൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണില്ല, സൗണ്ടായിട്ട് ഉറങ്ങാൻ പോലും പറ്റണില്ല. എന്തെങ്കിലും പ്രശ്നമാകുമ്പോൾ ചിലപ്പോൾ 2 ദിവസം നിർത്തിയിടും, വീണ്ടും തുടങ്ങും. 24 മണിക്കൂറും 16ഉം 18ഉള്ള ചക്രം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് ഓടിക്കുകയാണ്. ചെറിയ മക്കളുടെ മദ്രസക്കും സ്കൂളും പോകുന്ന മക്കള് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. നാട്ടിലുള്ള ജനങ്ങളോട് ഇവിടുന്ന് വിറ്റുപോകാനാ പറയുന്നത്. ഞങ്ങൾ ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് എങ്ങോട്ട് വിറ്റുപോകാനാ? പിന്നെ തലമ്മ തല്ലും പോലെയുള്ള മേട്ടാണ് ഇവിടുന്ന്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ പന പോലെ കൂട്ടിക്കയറുന്നു, പാറക്കല്ല് കൊടുന്ന് കൂട്ടിയിട്ട്. പൊടി, ആരോഗ്യ പ്രശ്നങ്ങൾ, അതുപോലെ ചെറിയ കുട്ടികളെ കൊണ്ടൊന്നും ഇവിടെ ജീവിക്കാൻ പറ്റാത്ത കാരണം പലരും ഇവിടുന്ന് വാടകയ്ക്കൊക്കെ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. ക്രഷർ വേണ്ട എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം. ഇക്ബാൽ അരക്കൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഇക്ബാൽ, ഇത് ജനവാസ മേഖലയിലാണോ ഈ ക്വാറി ഉള്ളത്? തൊട്ടടുത്തേക്ക്, അതായത് ഈ പൊടി മൂലം ശ്വാസകോശ രോഗങ്ങളൊക്കെ ഉണ്ടാകാൻ പാകത്തിൽ അടുത്ത് തന്നെ വീടുകളുണ്ടോ? മധു, ക്വാറിയല്ല, ക്വാറി ഉൽപ്പന്നങ്ങളായിട്ടുള്ള ഈ വലിയ പാറകളെല്ലാം കൊണ്ടുവന്ന് പൊടിച്ച് എംസാൻഡ് ആക്കുകയും അതുപോലെ ബേബി മെറ്റലെല്ലാം ആക്കുന്ന ക്രഷർ യൂണിറ്റാണ് ഈ കോട്ടപ്പുറം മേഖലയിൽ പ്രവർത്തിക്കുന്നത്. കരിമ്പുഴ പഞ്ചായത്തിലെ നെല്ലിക്കുന്ന് മേഖലയിലാണ് ഇത് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത്. ആ ക്രഷർ യൂണിറ്റ് കാരണം ആ നാട്ടുകാർക്കെല്ലാം ഇപ്പോൾ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ്. യഥാർത്ഥത്തിൽ ഈ ക്രഷർ തുടങ്ങുമ്പോൾ അവിടെ സമീപത്തെ വീടുകളൊന്നും പാടില്ല, ഇത്ര മീറ്ററുകൾക്കുള്ളിൽ എന്നുണ്ട്. പക്ഷേ അതൊന്നും പാലിക്കാതെയാണ് ഈ നെല്ലിക്കുന്ന് മേഖലയിൽ, കരിമ്പുഴയിലെ നെല്ലിക്കുന്ന് മേഖലയിൽ ഈ ക്രഷർ പ്രവർത്തിക്കുന്നതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ആ ക്രഷറിൽ ഇത്തരത്തിൽ ഈ പാറകളെല്ലാം പൊട്ടിച്ച് അത് എംസാൻഡെല്ലാം മാറ്റുമ്പോൾ അവിടെ നിന്ന് പൊടി വ്യാപകമായി വരുന്നു. അതുകൊണ്ട് തന്നെ ആ നാട്ടുകാർക്ക് വ്യാപകമായി ശ്വാസതടസ്സം ഉണ്ടാകുന്നു, ആസ്മ രോഗങ്ങൾ ഉണ്ടാകുന്നു, അതുപോലെ തന്നെ ത്വക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഈ ക്രഷർ യൂണിറ്റ് പ്രവർത്തിക്കുന്നതിൻ്റെ ഏകദേശം ഒരു 200 മീറ്ററിനുള്ളിൽ തന്നെ ഒരു കിടപ്പ് രോഗിയുണ്ട്, മുഹമ്മദ് ഖാൻ എന്ന് പറയുന്നത്. അദ്ദേഹം എല്ലാം ഇപ്പോൾ വീട്ടിലെ ഡോറ് പോലും തുറക്കാൻ, അല്ലെങ്കിൽ ജനലുകൾ പോലും തുറക്കാൻ കഴിയാതെ ആ വീടിനകത്ത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാണ്. ഇപ്പോൾ നമ്മളോട് സംസാരിച്ച വയോധികയായിട്ടുള്ള പാത്തും ആ ഉമ്മയ്ക്കെല്ലാം ത്വക്ക് രോഗങ്ങൾ വ്യാപകമായി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. നാട്ടുകാർ വലിയ സങ്കടത്തോടു കൂടി പറയുന്നത് ഇത്രകാലം തങ്ങളുടെ നാട്ടിൽ ആർക്കും ശ്വാസതടസ്സമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ 1 കൊല്ലമായി ഈ ക്രഷർ യൂണിറ്റ് ആരംഭിച്ചിട്ട് ഇപ്പോൾ തങ്ങളുടെ നാട്ടിലെ 5ഓളം കുട്ടികൾക്ക് ഇപ്പോൾ ശ്വാസതടസ്സവുമായി ബന്ധപ്പെട്ടുള്ള ശസ്ത്രക്രിയ തന്നെ ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒരു ഗതിയാണ് ഇപ്പോൾ തങ്ങളുടെ നാട്ടിലുള്ളത്. മാത്രമല്ല അവിടെ ചെറിയ ഇടുങ്ങിയ റോഡാണ് ഈ ഈ കോട്ടപ്പുറത്ത് നിന്ന് ഈ ക്രഷർ ഭാഗത്തേക്ക് പോകുന്ന റോഡ് എന്ന് പറയുന്നത്. ആ റോഡിലൂടെ ഈ ക്രഷറിൽ നിന്നുള്ള ഭാരവാഹനങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ ആ റോഡെല്ലാം തകർന്നു, അവിടുത്തെ പാലങ്ങൾ തകരുന്നു, കൽവേട്ടുകൾ തകരുന്നു, അവിടുത്തെ കുട്ടികൾക്കൊന്നും സ്കൂളിലേക്ക് പോകാൻ സാധിക്കുന്നില്ല. ഈ ഭാരവാഹനങ്ങൾ ഓരോ സമയത്തും വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അവിടെ സ്കൂളുകളുണ്ട്, കോളേജുകളുണ്ട്, മതസ്ഥാപനങ്ങളുണ്ട്, മദ്രസകളുണ്ട്, എല്ലാം ഉണ്ട്. അവിടേക്കൊന്നും കുട്ടികളെ പറഞ്ഞയക്കാൻ സാധിക്കില്ല. തങ്ങൾക്കെല്ലാം വലിയ രീതിയിലുള്ള ഭയമാണ് എന്നുള്ളതാണ് ആ നാട്ടുകാർ ഒരുപോലെ പറയുന്നത്. നാട്ടുകാർ പറയുന്നത് പഞ്ചായത്ത് എങ്ങനെ ഇത്രയും ശല്യമുള്ള ഒരു ക്രഷർ യൂണിറ്റിന് അനുമതി നൽകി എന്നുള്ളതാണ്. തങ്ങൾ ആരോടും ഒരു NOC ചോദിച്ചില്ല, ഒരു പരിശോധന നടത്താതെയാണ് പഞ്ചായത്ത് അധികൃതർ ഇത്തരത്തിലൊരു ക്രഷർ യൂണിറ്റിന് അനുമതി നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ജില്ലാ കളക്ടർക്കുൾപ്പെടെ ആ നാട്ടുകാർ പരാതി നൽകിയിരിക്കുകയാണ്. ക്രഷർ യൂണിറ്റ് നേരിട്ട് ജില്ലാ കളക്ടർ സന്ദർശിക്കണം. അതിനുശേഷം പിന്നീട് നാട്ടുകാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കണം. ക്രഷർ യൂണിറ്റിൽ നിന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ക്രഷർ യൂണിറ്റിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ തദ്ദേശവാസികളുടെയൊക്കെ ഒരു വലിയ പരാതി എന്ന് പറയുന്നത്. ഒരൊറ്റ വർഷം കൊണ്ട് 5 കുട്ടികൾക്ക് ശ്വാസകോശവുമായി ബന്ധപ്പെട്ട് ഈ ശസ്ത്രക്രിയ അടക്കം നടത്തേണ്ടി വന്നു എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. റോഡും പാലവും ഒക്കെ തകരാറിലാകുന്നു എന്നതുകൂടിയാണ് അവരുടെ പരാതി.